ഉമറിനെ എല്ലാവരും അംഗീകരിക്കും. ലോകമറിയപ്പെട്ട ചക്രവർത്തി ഉണ്ടായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയുന്നു, ഐ ഹാവ് ടു ഗ്രേറ്റ് അംബിഷൻസ്. മഹത്തായ രണ്ട് ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. മഹത്തായ രണ്ട് ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, ഐ വാണ്ട് ടു റൈൻ ദ ഹോൾ വേൾഡ്. ഈ ലോകം മുഴുവനും എനിക്ക് ഭരിക്കണം. ലോകത്തിന്റെ മുഴുവനും ചക്രവർത്തിയായി എനിക്ക് മാറണം. അതാണ് ഒന്നാമത്തെ ആഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം ആസ് ലൈക്ക് ഹസരത്ത് ഉമർ. ആ ഭരണം മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമായി മാറി. എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇംഗ്ലണ്ടിലെ ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്, സർ തോമസ് ഹാർട്ട്ലി. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ദ സ്വേർഡ് ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ്. നീതിയുടെ പടവാൾ. ആരെ പറ്റിയ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയ. ഇനിയിപ്പോ നബിദിനം വരും. എല്ലാ നബിദിന പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? ഡോക്ടർ മൈക്കിൾ എച്ച് ഹാർട്ട്. ആരും റളിയല്ലാഹു അൻഹു പറയല്ലേ, സഹാബി ഒന്നുമല്ല. എല്ലാ നബിദിന സദസ്സിലും കേൾക്കുമ്പോ ഇനി സഹാബി ആണോ എന്ന് ആരും കരുതണ്ട. അയാൾ ഒരു പുസ്തകം എഴുതി, ദ 100 റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 മഹാരഥന്മാർ, 100 പേരെ പറ്റി പുസ്തകം എഴുതി. അതിൽ പക്ഷേ 2 മുസ്ലിമീങ്ങളുടെ പേരേ വന്നിട്ടുള്ളൂ. 2 മുസ്ലിങ്ങളെ പറ്റിയേ വന്നിട്ടുള്ളൂ. ഒന്നാമതായി തന്നെ വന്നു മഹാനായ സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശേഷം വന്നത് 49ാമത് വന്നു മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാവരും ആദരിക്കുന്നു. എന്നാൽ ഈ ഉമർ ആരായിരുന്നെന്നറിയോ? ഉമറിനൊരു കാലം ഉണ്ടായിരുന്നു. ദിവസവും രാവിലെ ഉമറിന്റെ ഉപ്പയായ ഖത്താബ് 100 ഒട്ടകങ്ങളുമായി ഉമറിനെ പറഞ്ഞു വിടും ബത്ഹായിന്റെ താഴ്വരയിലേക്ക് ഒട്ടകത്തെ മേയിക്കാൻ. അങ്ങനെ ഉമർ ഒട്ടകത്തിന്റെ മൂക്കുകയറും പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങും. അങ്ങനെ പോയി വൈകുന്നേരം ഉമർ ഒട്ടകങ്ങളെയും കൊണ്ട് വീട്ടിലേക്ക് വരും. പിതാവായ ഖത്താബ് ഒട്ടകങ്ങളെ ഇങ്ങനെ എണ്ണി അതിൻ്റെതായ തൊഴുത്തിലേക്ക് കയറ്റുമ്പോൾ രാവിലെ 100 ഒട്ടകങ്ങളുമായി പോയ ഉമർ വൈകുന്നേരം മടങ്ങി വന്നപ്പോൾ 2 ഒട്ടകത്തെ കാണാനില്ല. 98 ഒട്ടകങ്ങളെ ഉള്ളൂ. 2 ഒട്ടകങ്ങളെ പോലും നേരെ ചെന്ന് നോക്കാൻ നിനക്ക് കഴിയില്ലേടാ എന്ന് ചോദിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായിരുന്ന ഖത്താബ് ഒട്ടകത്തെ അടിക്കുന്ന ചാട്ടവാര കൊണ്ട് ഉമറിനെ അടിക്കുമായിരുന്നു. 2 ഒട്ടകങ്ങളെ മേയ്ക്കാൻ അറിയാതെ പോയിരുന്ന ഉമർ ആരായി മാറി? ലോകത്തിന്റെ 4/3 ഭാഗങ്ങളെയും മാതൃകാ ഭരണമായി ഭരണം നടത്തുന്ന ഒരു മഹാനായ ചക്രവർത്തിയായി മാറി. എങ്ങനെയാ ഉമർ റളിയല്ലാഹുവിന്റെ ജോലി എന്താണെന്നറിയോ? മക്കയിലുള്ള ഖുറൈശി പ്രമുഖന്മാരുടെ കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു ഉമർ. കൊട്ടേഷൻ ഗുണ്ട ഉമറിനെ വിളിച്ചിട്ട് പറയും, ഉമറെ ഇത്ര പണം തരാം, ഇന്ന ആളെ അങ്ങ് തട്ടിയേക്കുക. കൈയാണോ കാലാണോ തലയാണോ ഉമറിനോട് ചോദിച്ചാൽ മതി, എന്ത് വേണമെങ്കിലും ഉമർ കൊണ്ടുവന്ന് കൊടുക്കും. കൊട്ടേഷൻ ഗുണ്ടയായിരുന്നു ഉമർ. ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. മഹാനായ ഉമറിനെ വിളിച്ചിട്ട് ഖുറൈശികൾ കൊട്ടേഷൻ ഏൽപ്പിക്കുകയാണ്. ഉമറേ, ഞങ്ങൾ നിനക്ക് തരുന്ന കൊട്ടേഷൻ എന്തെന്നറിയുമോ? മുഹമ്മദ് എന്ന പേരുള്ള ഒരു നേതാവ് വന്നിട്ടുണ്ട്. മുഹമ്മദ് എന്ന പേരുള്ളതായ ഒരു പരിഷ്കരണവാദി വന്നിട്ടുണ്ട്. ഉമറേ, നീ പോയ മുഹമ്മദിന്റെ തലയെറുക്കണം. ഉമറേ, 100 ഒട്ടകങ്ങളെ നിനക്ക് സമ്മാനമായി നൽകാം. ഉമറേ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു യാത്രയാവുകയാണ്. തന്റെ കുതിരപ്പുറത്ത് കയറി ഉടവാളൂരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ ഉമർ യാത്രയാവുകയാ. അപ്രകാരം ഉമർ ഇങ്ങനെ യാത്രയാകുമ്പോൾ വഴിയിൽ വെച്ച് ഉമറിന്റെ ഒരു കൂട്ടുകാരൻ ഉമറിനെ കാണുകയാണ്. രഹസ്യമായി മുസ്ലിമായ ഒരു കൂട്ടുകാരനാണ്. ഉമർ ഇങ്ങനെ പോകുമ്പോൾ ഉമറിന്റെ കൂട്ടുകാരൻ ഉമറിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഐന തുരീദു യാ ഉമർ? ഉമറേ, ഉടവാള് പോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ പടക്കുതിയുടെ പുറത്ത് കയറിക്കൊണ്ട് എവിടേക്ക് പോകുന്നു ഉമറേ? ഐന തുരീദു യാ ഉമർ? എവിടേക്ക് പോകുകയാണ് ഉമർ? ഉടൻ തന്നെ ഉമർ മറുപടി പറയുന്നു, കൂട്ടുകാരാ, ഞാൻ എവിടേക്ക് പോകുന്നെന്നറിയുമോ? ഉരീദു ഹാദാ സബിയ്യല്ലദീ ഫറഖ അംറ ഖുറൈശ്. ഉമറേ, പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഈ ഉമർ പോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? ഉരീദു ഹാദ സബീൽ ലദീ ഫറഖ അംറ ഖുറൈശികളുടെ വിശ്വാസം അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ, ഖുറൈശികളുടെ ആചാരങ്ങൾ അനാചാരങ്ങൾ എന്ന് പറഞ്ഞ, ഇത്രയും നാൾ അടിമകളായി കഴിഞ്ഞ ബിലാലിനും അമ്മാറിനും യാസിറിനും പോലെയുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞ മുഹമ്മദിനെ ആ മുഹമ്മദിന്റെ തലയറുക്കാൻ ഖുറൈശികളുടെ കൊട്ടേഷനും വാങ്ങിയെടുത്തുകൊണ്ട് ഉമർദാ യാത്രയാകുന്ന കൂട്ടുകാരാ. ഉടൻ തന്നെ രഹസ്യമായ മുസ്ലിമായ ഉമറിന്റെ കൂട്ടുകാരൻ ചോദിച്ചു, ഉമറേ, നീ എന്നാണ് അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ് മുസ്തഫാന്റെ തലയെറുത്താൽ ഉമറേ നിനക്ക് തോന്നുന്നുണ്ടോ ആ മുഹമ്മദിന്റെ കുടുംബക്കാരായ അബ്ദുമനാഫ് കുടുംബക്കാര് നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉമറേ, താരിഖേക തംശി അലൽ അർദ്, ഭൂമിയിലൂടെ സ്വസ്ഥമായി നടന്നു നീങ്ങാൻ നിന്നെ അവര് വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉമറേ, ഉമറുടെ ആ ചോദ്യം ഇഷ്ടപ്പെടുന്നില്ല. ഉമറിനെ ചോദ്യം ചെയ്യാൻ വരുന്നു, ഉമറിനെ വിരട്ടാൻ വരുന്നു. ഉമറതാ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങുകയാണ്. നീ മുഹമ്മദിന് വേണ്ടി വക്കാലത്ത് പറയാൻ വരുന്നു, മുഹമ്മദിന് വേണ്ടി എന്റെ മുന്നില് മുഹമ്മദിന് വേണ്ടി വാദിക്കുവാൻ വരുന്നു. എങ്കിലാദ്യം നിന്റെ തല തന്നെ ഞാൻ അറുത്തു മാറ്റട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സംസാരിച്ച തന്റെ കൂട്ടുകാരന്റെ തലയെറുക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ ആ കൂട്ടുകാരൻ ചോദിച്ചു, ഉമറേ, ആര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളായി തീർന്നാലും നീ അവരെ കൊല്ലുമോ ഉമറേ? നീ അവരുടെ തലയെറുക്കുമോ ഉമറേ? ഉമർ പറഞ്ഞു, ആരായാലും ഞാൻ അവരെ കൊല്ലുന്നതാ, ആരായാലും ഞാൻ അവരുടെ തലയെറുക്കുന്നതാ. ഉടൻ തന്നെ കൂട്ടുകാരൻ പറഞ്ഞു, ഉമറേ, എങ്കിൽ നീ എന്റെ തലയല്ലടാ അറക്കേണ്ടത്, പിന്നെയോ അഫലാ തർജിഉ ഇലാ അഹ്ലിക ഫഖവ്വിം അംറഹും. ഉമറേ, നീ നിന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോടാ. നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായ ഉമറേ, നിന്റെ സഹോദരി ഭർത്താവ് ഫാത്തിമയുടെ ഭർത്താവ് മുസ്ലിമായ ഉമറേ, ആദ്യം പോയി അവരെ നന്നാക്കടാ, എന്നിട്ട് നീ എന്നെ നന്നാക്കാൻ വാടാ. മുസ്ലിം ആയതിന്റെ പേരിൽ തന്റെ തലയിറക്കാൻ വന്ന ഉമറിനോട് കൂട്ടുകാരൻ പറഞ്ഞു, ഉമറേ, ആര് മുസ്ലിം ആയാലും കൊല്ലുവോ? ആര് മുസ്ലിം ആയാലും കൊല്ലും, എങ്കിൽ പോകുമറേ. നിന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോ. നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായി, നീ അറിഞ്ഞോ? ഫാത്തിമയുടെ ഭർത്താവ് മുസ്ലിമായി, നീ അറിഞ്ഞോ? ആദ്യം അവരെ നന്നാക്കിട്ട് നീ എന്റെ അടുക്കലേക്ക് വാ. മഹാനായ സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. ഉമറിന്റെ ദേഷ്യം കൂടി, ഉമറിന്റെ കോപം വർദ്ധിച്ചു. ഉമർ ഉടൻ തന്നെ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കഥ കടച്ചിട്ടിരിക്കുകയാണ്. വീടിന്റെ കഥ കടച്ചിട്ടിരിക്കുകയാണ്. മഹാനായ ഉമർ കഥകിനടുക്കലേക്ക് ചെന്ന് നിന്നു. അകത്ത് നിന്ന് എന്തോ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉമർ കഥകിൽ ഇങ്ങനെ തട്ടി, ഫാത്തിമ, എടി ഫാത്തിമ, കഥക് തുറക്കടി. ഉമറിന്റെ ശബ്ദം വീട്ടിനുള്ളിലേക്ക് വന്നു. കഥക് തുറക്കുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, സന്ധ്യാസമയത്ത് വീട്ടിലേക്ക് പോയി കഥ അടച്ചിട്ടിരിക്കുക, അകത്തുനിന്ന് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കഥകൾ തട്ടി, ഫാത്തിമ കഥക് തുറക്കാൻ പറഞ്ഞു, കഥക് തുറക്കുന്നില്ല, അകത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടു. അപ്പൊ നമുക്ക് ഉറപ്പാണ്, ഇനി ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും സീരിയലിന്റെ ഇടയിൽ പരസ്യം വന്നിട്ടല്ലാതെ കഥക് തുറക്കൂല അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു കഥകിൽ തട്ടി, അകത്തെന്തോ സംസാരം നടക്കുക. എന്താ നടക്കുന്നേ? ഉമറിന്റെ സഹോദരി ഫാത്തിമയും ഉമറിന്റെ സഹോദരിയുടെ ഭർത്താവും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എന്നൊരു ഉസ്താദ് വന്നിട്ട് വീട്ടിലിരുന്ന് രണ്ടുപേർക്കും ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ഖുർആനിന്റെ മജ്ലിസ് മക്കയിലുണ്ടായിരുന്നു. ഖുർആന്റെ മജ്ലിസ് നമ്മുടെ നാട്ടിലുണ്ടോ അല്ലെ? എല്ലാ മജ്ലിസും, ഞാൻ പറയുന്നൊരു വിഷമം തോന്നണ്ട. ദിക്റിന്റെ മജ്ലിസ് ഉണ്ട്, സലാത്തിന്റെ മജ്ലിസ് ഉണ്ട്, ബുർദയുടെ മജ്ലിസ് ഉണ്ട്. ഖുർആനിന്റെ മജ്ലിസ് മാത്രമില്ല. മക്കയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ വീട്ടിൽ നടക്കുന്നു ഖുർആനിന്റെ മജ്ലിസ്.
ഖുർആനിന്റെ മജ്ലിസ്. ഉമർ വീണ്ടും കഥകിൽ തട്ടി, ഇഫ്തഹി യാ ഫാത്തിമ, എടി ഫാത്തിമ കഥക് തുറക്കടി. ഖുർആൻ പഠിപ്പിക്കാൻ ഉസ്താദ് ഇങ്ങനെ വന്നിരുന്നതാ. പെട്ടെന്ന് ഉമറിന്റെ ശബ്ദം, ഉമറിന്റെ സഹോദരി പറഞ്ഞിട്ടുണ്ട്, ഉമർ വന്നിട്ടുണ്ട്. ഉമർ എന്ന പേര് കേട്ടത് ഉസ്താദ് ഇരുന്നിങ്ങട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ എങ്ങാണ് എന്നെ കണ്ടാല്, ഞാൻ ഇവിടെ ഖുർആൻ പഠിപ്പിക്കാനാണ് വന്നതെന്ന് ഉമർ എങ്ങാണ് പറഞ്ഞാല് ആദ്യം ഉമർ എന്നെ പീസാക്കി. അതുകൊണ്ട് ഉസ്താദ് ആദ്യം ഓടി. ഖുർആനൊന്നും എടുക്കാൻ നിന്നില്ല, ഖുർആനും കിതാബും ഒന്നും നോക്കാൻ നിന്നില്ല. ഉമറെന്ന് കേട്ടതും പേടിച്ച് അടുക്കളയുടെ ഭാഗത്തോടെ എവിടെയോ കയറി ഒളിച്ചിരുന്നു. ഉമറിന്റെ സഹോദരി കഥക് ഉറക്കാൻ പോയി. കാരണം 2 പ്രാവശ്യം ഉമർ കഥകിൽ തട്ടി. 3ാമത് കഥകിൽ തട്ടൊന്നുമില്ല, ചവിട്ടി പൊളിച്ച് അകത്ത് വരലേ ഉണ്ടാവുള്ളൂ. അതൊക്കെയാ ഉമറിന്റെ ശീലം. അങ്ങനെ മഹാനായ ഉമറിന്റെ മുന്നിൽ പ്രിയപ്പെട്ട സഹോദരി കഥക് തുറന്നു. മഹാനായ ഉമറിനാ വീട്ടിനുള്ളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ നീ മുസ്ലിമായോ ഫാത്തിമ എന്ന് ചോദിച്ചുകൊണ്ട് ഉമർദാ തന്റെ സഹോദരി അടിക്കാൻ തുടങ്ങുകയാണ്. തന്റെ സഹോദരിയുടെ മുഖത്തേക്ക് ഉമർദാ അടിക്കാൻ തുടങ്ങുകയാ. ഉടൻ തന്നെ സഹോദരിയുടെ ഭർത്താവ് തടസ്സം പിടിക്കാൻ വരികയാണ്. 2 പേരെയും ഉമർ മർദ്ദിക്കുകയാണ്. എന്തൊക്കെയാണോ തന്റെ കയ്യിൽ കിട്ടിയത്, കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഉമർ അവരെ അടിക്കുകയാണ്. അവരുടെ ശരീരം പൊട്ടുകയാ, തല പൊട്ടി രക്തമൊഴുകുകയാണ്, മുഖം പൊട്ടി രക്തമൊഴുകുകയാണ്. ഉമർ ക്രൂരമായി അവരെ മർദ്ദിക്കുകയാ. അങ്ങനെ 2 പേരും മർദ്ദനം കൊണ്ട് അവശരായ വീടിന്റെ 2 വശത്തിരിക്കുകയാണ്. അകത്തേറി ഒളിച്ചിരുന്ന ഖബാബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരാതെ ഒളിച്ചിരിക്കുകയാണ്. ഉമറിന്റെ ദേഷ്യം തീരുന്നില്ല. ഉമർ ദേഷ്യത്തോടുകൂടി നോക്കുമ്പോൾ അതാ വിശുദ്ധ ഖുർആൻ കിടക്കുകയാണ്. ഖബാബ് റളിയല്ലാഹു അൻഹു ഖുർആൻ എടുക്കാതെ അകത്തേക്ക് ഓടിയതല്ലേ, ആ ഖുർആൻ അവിടെ കിടക്കുകയാണ്. ഉമർ പെട്ടെന്ന് ആ ഖുർആൻ എടുക്കാൻ പോവുകയാണ്. അതേ ഉമറിന്റെ പെങ്ങൾ ഫാത്തിമയുണ്ടല്ലോ, ഉമർ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് ഫാത്തിമ അവശയായി വീണ് കിടക്കുകയാ. മഹദിയായ ഫാത്തിമ ഉമറിന്റെ കയ്യിൽ പെടുന്നതിന് മുമ്പ് ഉടൻ തന്നെ വിശുദ്ധ ഖുർആൻ എടുത്ത് നെഞ്ചോട് ചേർക്കുകയാ. ഉമറിന്റെ സഹോദരിയാണ്, ഉമറിന്റെ ധീരതയുള്ള സഹോദരിയാ, ഉമറിന്റെ ധൈര്യമുള്ള സഹോദരിയാ. ഉമർ പറഞ്ഞു, ഫാത്തിമ ഇഅ്തിലി ഹാദിഹി സഹീഫത യാ ഫാത്തിമ, ഫാത്തിമ അതിങ്ങു തരൂ ഫാത്തിമ, ഞാനൊന്ന് വായിക്കട്ടെ ഫാത്തിമ. ഉടൻ തന്നെ മഹദിയായ ഫാത്തിമ പറഞ്ഞു, ഇല്ല ഉമർ, ഇന്നക നജസൻ വ ഇന്നഹാ താഹിർ ലാ യമസ്സുഹാ ഇല്ലാ മുതഹിറുൻ. ഇല്ല ഉമർ, നീ ദേഷ്യത്തിലാണ് ഉമർ, നീ ദേഷ്യം കൊണ്ട് അശുദ്ധിയോടുകൂടി നിൽക്കുകയാണ് ഉമർ. ഈ ഖുർആൻ പരിശുദ്ധമാണ് ഉമർ. ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന, കോപത്തോടുകൂടി നിൽക്കുന്ന നിന്റെ കയ്യിലേക്ക് ഈ ഖുർആൻ ഞാൻ തരില്ല ഉമറേ. മഹാനായ ഉമർ ചോദിച്ചു, ഫാത്തിമ എന്ത് ചെയ്താൽ നീ അതെനിക്ക് തരുന്നതാണ്? ഉടൻ തന്നെ ഫാത്തിമ പറഞ്ഞു, ഉമറേ നീ പോയി കുളിച്ച് ശുദ്ധിയായി വരിക ഉമറേ. ഉമറുടൻ തന്നെ യാത്രയാവുകയാണ്. ഉമർ പോയി കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രധാരിയായി മടങ്ങി വരികയാണ്. ഹാദിഹി സഹീഫത യാ ഫാത്തിമ, ഫാത്തിമ അതിങ്ങ് തരൂ ഫാത്തിമ, ഫാത്തിമ അതിങ്ങ് തരൂ ഫാത്തിമ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉമറിന്റെ കയ്യിലേക്ക് ഖുർആൻ കൊടുക്കുകയാണ്. ഉമറിന്റെ കയ്യിലേക്ക് ഖുർആൻ കൊടുക്കുകയാണ്. അതേ ചരിത്രത്തിന്റെ ഗതി പോലും മാറുകയാണ്. ചരിത്രം മാറ്റിമറിക്കപ്പെടുകയാണ്. ഉമർ ദാ ഖുർആൻ ഓതാൻ തുടങ്ങുകയാ. എന്റെ ചെറുപ്പക്കാരാ, ഉമറാകാൻ നിനക്ക് കഴിയുമോ? എങ്കിലെന്റെ പൊന്നുമോനെ ഖുർആൻ നീ ഒന്ന് കൈകൊണ്ടെടുക്കടാ. അല്ലാഹുവിന്റെ ഖുർആൻ നീ ഒന്ന് പാരായണം ചെയ്യടാ. പാടായ ഉമർ വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാമയനായ, കരുണാവാരിധിയായ അല്ലാഹുവിന്റെ നാമത്തിലാണല്ലോ ഈ ഖുർആൻ തുടങ്ങുന്നത്. അതേ ദുനിയാവില് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്ന, എന്നാൽ ആഖിറത്തിലോ തനിക്ക് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്ന അല്ലാഹ്. ആ
അല്ലാഹുവിന്റെ നാമത്തിലാണല്ലോ ഈ ഖുർആൻ തുടങ്ങുന്നത്. ഇതെത്രയോ സുന്ദരമായ വചനങ്ങളാണ്, ഇതെത്രയോ സുന്ദരമായ നാമങ്ങളാണ്. വീണ്ടും ഉമർദാ വായിച്ചു തുടങ്ങുകയാണ്. ത്വാഹ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഉമർ വായിച്ചു തുടങ്ങുകയാണ്. ത്വാഹ ത്വാഹ നബിയേ, ത്വാഹ നബിയേ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ, താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ, താങ്കളെ വിഷമിപ്പിക്കാൻ ഞാൻ ഈ ഖുർആൻ ഇറക്കിയില്ല നബിയേ. ഉമർ ചിന്തിച്ചു പോവുകയാണ്. ഇതെത്രയോ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ്. മുഹമ്മദ് സാഹിത്യം പഠിച്ചിട്ടില്ല, മുഹമ്മദിന് എഴുതാൻ അറിയില്ല, മുഹമ്മദിന് എഴുതിയാൽ തന്നെ വായിക്കാൻ അറിയില്ല, മുഹമ്മദ് സാഹിത്യവും പഠിച്ചില്ല. പക്ഷേ ഇതെത്രയോ സാഹിത്യ സമ്പുഷ്ടമായ വാചകങ്ങളാണ്. ഇല്ല ഇല്ല, ഇത് മുഹമ്മദിന്റെ വാക്കുകളല്ല, ഇത് ലോകത്തുള്ള ഒരു മനുഷ്യന്റെയും വാക്കുകളല്ല, ഇത് രാജാതിരാജനായ പടച്ചവന്റെ വാക്കുകളാണ്. വീണ്ടും ഉമർ ഇങ്ങനെ വായിച്ചു വായിച്ചു വരികയാണ്. ഇന്നനി അനല്ലാഹ്, ഇന്നനി അനല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദ്കിരി. ഉമർ വായിക്കുകയാണ്. ഇന്നനി അനല്ലാഹ്, നിശ്ചയം ഞാനാണ് അല്ലാഹ്, ഞാനാണ് അല്ലാഹ്, ഞാനാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഞാനല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ ആരാധിക്കപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിക്കപ്പെടേണ്ടവനില്ല, ഞാനല്ലാതെ പരിപാലകനില്ല, ഞാനല്ലാതെ സൃഷ്ടാവില്ല, ഞാനല്ലാതെ സംഹാരകർത്താവില്ല, ഞാനല്ലാതെ ആരാധനാമൂർത്തിയുമില്ല. അതുകൊണ്ട് ഫഅബ്ദുനി, എന്നെ മാത്രം നീ ആരാധിക്കുക, എന്നോട് മാത്രം നീ പ്രാർത്ഥന നടത്തുക, എനിക്ക് വേണ്ടി മാത്രം നീ സുജൂദ് ചെയ്യുക, എനിക്ക് വേണ്ടി മാത്രം നീ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിക്കുക. ഈ ഒരു വാചകം വായിക്കുമ്പോ ഉമർ ചിന്തിക്കുന്നു, അല്ലാഹ്, ഞാനും പടച്ചവന്റെ അടിമയാണ്, ഞാനും അല്ലാഹുവിനെ അനുസരിക്കേണ്ടവനാണ്, ഞാനും അല്ലാഹുവിനെ ആരാധിക്കേണ്ടവനാണ്. ഇതാണോ മുഹമ്മദ് പഠിപ്പിക്കുന്നത്? എങ്കിലാ മുഹമ്മദിനെ എനിക്കൊന്ന് കാണണം, എങ്കിലാ മുഹമ്മദിനോട് എനിക്ക് സംസാരിക്കണം. ഐന മുഹമ്മദ് യാ ഫാത്തിമ, എന്റെ സഹോദരി ഫാത്തിമ, മുഹമ്മദ് എവിടെയുണ്ട് ഫാത്തിമ, മുഹമ്മദ് എവിടെയുണ്ട് ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയില്ല, അറിയില്ല ഉമറേ എന്ന് മറുപടി പറയുകയാണ്. അതേ, ഉടൻ തന്നെ അകത്ത് കയറി ഒളിച്ചിരുന്ന സ്വഹാബി ഉണ്ടല്ലോ, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, എന്തും വരട്ടെ എന്നുള്ള ധൈര്യത്തോടെ പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, ഉമറേ, നിനക്കറിയുമോ ഉമറേ, നീ അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ നടക്കുന്നവനാണ്, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിറക്കാൻ നടക്കുന്ന കൊട്ടേഷൻ കൊണ്ടതാണ്. എന്നാൽ അറിയുമോ ഉമറേ, അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്, മണിക്കൂറുകളോളം നിന്ന് നിസ്കരിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലുകളിൽ നീര് വെക്കുകയാണ്. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, നാഥാ അല്ലാഹുമ്മ അയ്യിദുൽ ഇസ്ലാം, പടച്ചവനെ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ നാഥാ. അല്ലാഹുമ്മ അയ്യിദുൽ ഇസ്ലാം ബി ഉമർ ഇബ്നുൽ ഖത്താബ് ഔ ബി അംർ ഇബ്നുൽ ഹിഷാം, പടച്ചവനെ ഒന്നുകിൽ അബൂജഹലിനെ മുസ്ലിമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഖത്താബിന്റെ മകൻ ഉമറിനെ മുസ്ലിമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്.
ഉമറേ നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. ഉമർ ഞെട്ടിപ്പോവുകയാണ്. ഞാൻ മുഹമ്മദിന്റെ തലയിറക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി മുഹമ്മദ് കരയുകയാണോ? എനിക്ക് വേണ്ടി മുഹമ്മദ് ദുആ ചെയ്യുകയാണോ? അയിന മുഹമ്മദ് യാ ഖബാബ്, ഏ ഖബാബേ എങ്കിലാ മുഹമ്മദ് എവിടെയുണ്ട്? ഖബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ഉമറേ ഫീ ദാരിൽ അർഖം ഇൻദ സഫാ, പർവ്വതത്തിന്റെ ചാരത്തുള്ള അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ട്. ഉമറേ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു യാത്രയാകുന്നു ദാറുൽ അർഖമിലേക്ക്, അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഉമർ ഇങ്ങനെ പോയി. ഏകദേശം 40ഓളം സഹാബാക്കൾ ആ വീട്ടിനകത്ത് ഒളിച്ചു താമസിക്കുക. ആരെ പേടിച്ചിട്ടാ? ഒന്നാമത് പേടിക്കുന്നത് ഉമറിനെയാണ്. ആ ഉമറ അങ്ങോട്ടില്ല. അവസ്ഥ ചിന്തിച്ചു നോക്കി. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. അപ്പോ വാതിലിനകത്ത് ഒരു സഹാബി ഇങ്ങനെ എപ്പോഴും വാതിലിനകത്തുണ്ടാവും. കഥക് തട്ടുന്നവരെ തുറക്കും, ആരാന്ന് നോക്കും, കാര്യം ചോദിക്കും. കഥകളിങ്ങനെ തട്ടി പ്രതീക്ഷിക്കാതെ ആരോ വന്നു എന്ന് പറഞ്ഞ് കഥക് തുറന്നു നോക്കിയപ്പോ ഉമറാണ്. പടച്ചോമ്പരാനെ ജീവിതത്തിൽ ഇതേപോലെ ആ സഹാബി ഞെട്ടിയിട്ടുണ്ടാവില്ല. അദ്ദേഹം നോക്കി ഉമർ ഇങ്ങനെ നിൽക്കുക. ഉമർ ഉടൻ തന്നെ ഗാംഭീര്യത്തോട് പറഞ്ഞു, മുഹമ്മദ് എവിടെ? എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി കഥക് തുറന്നതിനെക്കാട്ടി സ്പീഡിൽ കഥകങ്ങ് അടച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോകുന്നു. മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ആ സഹാബി ഇങ്ങനെ ഓടി വന്നപ്പോഴേ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. തടഞ്ഞു നിർത്തി. എന്താ കാര്യം? ഉമർ വന്നിട്ടുണ്ട്, കഥകിൽ തട്ടുന്നു, റസൂലുള്ളാഹിയെ കാണുമോ? അത്രയുള്ളോ? എല്ലാവർക്കും പേടിയാ. ഹംസ റളിയല്ലാഹുവിനൊന്നും പേടിയില്ല. കാരണം ഉമറിനോട് ഏറ്റുമുട്ടാൻ അതേ ശക്തിയുള്ള മഹാനായ ഹംസത്തുൽ കർറാർ നേരെ റസൂലുള്ളാഹിന്റെ അടുത്തു. നബിയെ, ഉമർ വന്നിട്ടുണ്ട്, കഥക് തുറക്കാൻ പറയുന്നു. കഥക് തുറക്കാനോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുഴപ്പമെന്താ, കഥക് തുറക്കാലോ. ഈ പേടിച്ച് പിന്മാറുന്ന സ്വഭാവമൊന്നും ഇസ്ലാമിൽ ഇല്ല. പേടിച്ച് പിന്മാറുന്ന പരിപാടിയൊന്നും അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചില്ല. കഥക് തുറക്കാലോ. ഉമറല്ല, ഇനി ഉമറിന്റെ ഉപ്പാപ്പ വന്നാൽ എന്താ, നമുക്ക് കഥ തുറക്കാലോ. അള്ളാന്റെ റസൂൽ കഥ തുറക്കാൻ പറഞ്ഞു. തുറക്കുന്നതിന് മുമ്പ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 സഹാബാക്കളെ വിളിച്ചു. മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു വിളിച്ചു, ഹംസ വരാ, എന്റെ വലതുവശത്ത് വെക്കാൻ പറഞ്ഞു. അലി ഇവിടെ വരിക, എന്റെ ഇടതുവശത്ത് വെക്കാൻ പറഞ്ഞു. രണ്ടുപേരെയും തന്റെ പിന്നിൽ ഇങ്ങനെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി കഥ തുറക്കാൻ പറഞ്ഞു. എന്താ? റസൂലുള്ളാഹിന്റെ സെക്യൂരിറ്റി, ബ്ലാക്ക് കാറ്റ്സ്, ബോഡി ഗാർഡ്, റസൂലുള്ളാഹിന്റെ ബോഡി ഗാർഡ് രണ്ടുപേരെ പിടിച്ച് നിർത്തിയേക്കുക. ഇതൊക്കെ ഒരു പാഠമാണ്. പ്രതിരോധത്തെ മറന്നുപോയ സമുദായത്തിന് പ്രതിരോധത്തിന്റെ മഹത്തായ പാഠം പഠിപ്പിക്കുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണോ പടച്ചതമ്പുരാൻ വല്ലാഹു യഅസിമുക മിനന്നാസ്, നബിയെ താങ്കൾ പേടിക്കേണ്ട ഒരു പ്രശ്നവുമില്ല, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം നബിയെ എന്ന് പടച്ചവൻ എന്ന് ഉറപ്പ് കൊടുത്തോ, അതുവരെയും നബിതങ്ങൾ ബ്ലാക്ക് കാറ്റ്സുകളെ നിർത്തുമായിരുന്നു. പ്രതിരോധത്തിന് അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഉമറിന്റെ മുന്നിൽ കഥക് തുറക്കാൻ വേണ്ടി ആ സ്വഹാബി ഇങ്ങനെ നടന്നു. അപ്പൊ ഈ പിറകുവശത്ത് നിന്ന് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് നിൽക്കണേ, എനിക്ക് റസൂലുള്ളാഹിനോടൊരു സംശയം ചോദിക്കാനുണ്ട്. അല്ലെ, സഹാബാക്കളൊക്കെ ചിന്തിച്ചു, പടച്ചോനെ, വാലിന് തീ പിടിച്ചിരിക്കുന്ന സമയത്തും ഹംസാക്ക് എന്ത് സംശയമാണ്. കഥക് തുറന്ന് ഉമർ അകത്ത് വന്ന് ഇവിടെ എന്ത് ഭൂകമ്പം നടക്കുന്ന പേടിച്ചിരിക്കുക നമ്മള്. അപ്പോഴാ ഹംസയുടെ ഒരു സംശയം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹംസ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയെ, ഉമറിന്റെ മുന്നിൽ നമ്മൾ കഥക് തുറക്കുക. ഉമറിന്റെ മുന്നിൽ നമ്മൾ ദാറുൽ അർഖമിന്റെ കഥക് തുറക്കാൻ പോവുകയാ. ഉമർ ഇപ്പോൾ അകത്ത് വരും. ഉമർ നമ്മുടെ ശത്രുവാണ്. ഉമർ നമ്മെ വകവരുത്താൻ നടക്കുന്നവരാണ്. അതുകൊണ്ട് നബിയെ, ഈ ഉമർ അകത്തേക്ക് വരുമ്പോൾ ഉമർ വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, ഉമർ വന്നത് ഇവിടെ നല്ലതുപോലെ വന്ന് നല്ല രീതിയിൽ തിരിച്ചു പോകാനുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ, നബിയെ, ഞങ്ങൾ ഉമറിനോട് അങ്ങനെ തന്നെ പെരുമാറും. ഇങ്ങോട്ട് നല്ലതാണോ അങ്ങനെ അങ്ങോട്ട്. ഇങ്ങോട്ട് നല്ല രീതിയാണെങ്കിൽ
ഞങ്ങൾ അങ്ങോട്ടും നല്ല രീതിയിൽ പെരുമാറും. സ്വഹാബാക്കളുടെ ഈമാൻ അതാ. എന്നാൽ രണ്ടാമത് മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, ഇൻ കാന ജാഅ യുരീദു ശർറ, ഉമർ വന്നത് കുഴപ്പമുണ്ടാക്കാനാണെങ്കിൽ, ഉമർ വന്നത് പ്രശ്നമുണ്ടാക്കാനാണെങ്കിൽ, ഉമർ ദാറുൽ അർഖമിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെങ്കിലും തൊട്ടു നോവിക്കാൻ വേണ്ടിയാണെങ്കിൽ, ആര് കൈകെട്ടി നോക്കി നിന്നാലും ഈ ഹംസക്കതിന് കഴിയില്ല നബിയെ. ഉമർ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ ഫഖതൽനാഹു ബിസൈഫിഹി, ഉമറിന്റെ കയ്യിലിരിക്കുന്ന വാൾ വാങ്ങിയിട്ട് ആ ഉമറിനെ ഞാൻ കൊന്നുകളയും നബിയെ. സമ്മതമാണോ? അല്ലാഹുവിന്റെ റസൂലോട് ഹംസ റളിയല്ലാഹു ചോദ്യം, സഹാബത്തിന്റെ ഈമാൻ എങ്ങനാ? എത്ര വലിയ ആള്, എത്ര വലിയ കൊടിയ ശത്രു എന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് നല്ല രീതിയിലാണെങ്കിൽ തിരിച്ചു അങ്ങോട്ടാ. പക്ഷേ ആവശ്യമില്ലാതെ സമുദായത്തിന്റെ നെക്കിട്ടെങ്ങാനും കേറാൻ വന്നാൽ, ആവശ്യമില്ലാതെ തൊട്ട് നോവിക്കാൻ വന്നാൽ, മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു പറയുന്നു, നബിയേ, ഫഖതൽനാഹു ബിസൈഫിഹി, ഉമറിന്റെ കയ്യിലുള്ള ആയുധം വാങ്ങിയെടുത്ത് ഞാൻ ഉമറിനെ കൊന്നുകളയും നബിയേ. ഉണ്ടോ ചെറുപ്പക്കാരാ? ഹംസയെ പോലെ ഈമാനികാവേശമുള്ള ചെറുപ്പക്കാരുണ്ടോ? കഴിയുമോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരന് 21ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ സംസ്കാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഇസ്ലാമിക വിപ്ലവ ബോധം എന്തെന്നറിയാത്ത, ഇസ്ലാമിക ആദർശ ധീരത എന്തെന്നറിയാത്ത, അതേ ഇസ്ലാമിനെ മറന്നുപോയ ഈമാനികാവേശമില്ലാത്ത ചെറുപ്പക്കാരോട് ചോദിച്ചു കൊള്ളട്ടെ, നിനക്ക് കഴിയുമോ ഒരു ഹംസയാകാൻ? നിനക്ക് കഴിയുമോ ഒരു ഹംസയാകാൻ? മഹാനായ ഹംസത്തുൽ ഖർറാറിനെ പോലെ ഈമാനികാവേശമുള്ള, ഇസ്ലാമിനോട് സ്നേഹമുള്ള ചെറുപ്പക്കാർ ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ല സഹോദരങ്ങള്, ഒരു ബാബരി മസ്ജിദ് ഇവിടെ തകർക്കപ്പെടില്ലായിരുന്നു. ഈ ഒരു ഈമാനികാവേശമുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു നിരപരാധിയും ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. ഈ ഒരു ആവേശമുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ അബ്ദുൽ പോലെ ഒരു സഹോദരനെയും നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഈ ഒരു ഈമാനികാവേശമാണ് നമുക്ക് വേണ്ടത്. മഹാനായ ഹംസത്തുൽ ഖർറാർ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ഉമറിന്റെ മുന്നിൽ കഥക തുറക്കപ്പെടുകയാണ്. ഉമർ അകത്തേക്ക് കടന്നു വരികയാണ്. ആരെയും ഉമർ തിരിഞ്ഞു നോക്കുന്നില്ല, ആരെയും ഉമർ മൈൻഡ് ചെയ്യുന്നില്ല. ഉമർ നടന്ന് ഉടവാട് മൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കഥക തുറക്കപ്പെടുകയാണ്. ഉമർ നടന്നുകൊണ്ട് അകത്തേക്ക് കടന്നു വരികയാണ്. മഹാനായ ഉമർ നടന്ന് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, മഹാനായ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരികയാണ്. സ്വഹാബാക്കളെല്ലാം നിശബ്ദരായി നിന്നു പോവുകയാണ്. ഈ സമയത്ത് മഹാനായ ഉമർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി ചോദിക്കുന്നു, മാ ജാബിക യാ ഉമർ, ഉമറേ, ഇവിടേക്ക് കടന്നു വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഉമറേ? ഉമർ മറുപടി പറയുന്നില്ല. സ്വഹാബാക്കളെല്ലാം നിശബ്ദരാണ്. രണ്ടാമത് വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, മാ ജാബിക യാ ഉമർ, ഉമറേ, ഇവിടേക്ക് കടന്നു വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഉമറേ? രണ്ടാമതും ഉമർ മറുപടി പറയാതിരിക്കുമ്പോൾ ഫഅഖദ ബിഹുജ്സതിഹി ثم جذبه جذبا شديدا, മഹാനായ റസൂലുള്ളാഹി തങ്ങള് ഉമറിനെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഉമറേ, മാ ജാബിക യാ ഉമർ, എടാ ഉമറേ, ഇവിടേക്ക് കടന്നു വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ഉമറേ? ഉടൻ തന്നെ ഉമർ പ്രഖ്യാപിക്കുകയാണ്, യുമിന ബില്ലാഹി വറസൂലിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ തലയെറുക്കാൻ വന്ന ഉമറുണ്ടല്ലോ, ആ ഉമർ മുസ്ലിമായിരിക്കുകയാണ്. മഹാനായ ഉമർ
കൊണ്ടല്ലോ ഉമർ മുസ്ലിമായിരിക്കുകയാണ്. സഹാബാക്കൾ സന്തോഷം കൊണ്ട് തക്ബീർ മുഴക്കുകയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഓടി വന്ന് ഉമറിനെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാം കഴിയുമ്പോൾ ഉമർ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയേ, എന്തിനാ നബിയെ ഒളിച്ചു കഴിയുന്നത്? നമ്മൾ സത്യമാർഗത്തിലല്ലയോ നബിയേ? നമ്മൾ സത്യദീനിലല്ലയോ നബിയേ? പിന്നാരെയാ നബിയെ നമ്മൾ പേടിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ നബിയെ. ഇനി ഒളിവിൽ കഴിയേണ്ട നബിയെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നബിയെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അനുവാദം കൊടുക്കുകയാണ്. അതേ അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സഹാബാക്കളെ രണ്ടു വരിയായി നിർത്തുകയാണ്. ഒന്നാമത്തെ വരിയുടെ മുന്നിൽ മഹാനായ ഹംസത്തുൽ ഖർറാം, രണ്ടാമത്തെ വരിയുടെ മുന്നിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒന്നാമതാ മധ്യഭാഗത്ത് തന്നെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സഹാബാക്കളെ രണ്ടു വരിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ പരേഡ് നടക്കുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ മാർച്ച് പാസ് നടത്തുകയാണ്. മക്കാ മണരാര്യത്തിൽ ശത്രുക്കളാ ഞെട്ടിവിറച്ചു പോവുകയാണ്. മുസ്ലിം സമുദായം ഇതുവരെയും തങ്ങളുടെ കാൽ കീഴിൽ അടിമകളായി കഴിഞ്ഞവരാണ്. ഇതുവരെയും തങ്ങളുടെ കാൽ കീഴിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞവരാണ്. അവരിതാ പുറത്തിറങ്ങുകയാണ്. ഉമറിന്റെ നേതൃത്വത്തിൽ, ഹംസയുടെ നേതൃത്വത്തിൽ അവരിതാ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ അവര് നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഈ ലോകത്തെ ആദ്യത്തെ ഭവനമായ കഅബാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അബൂജഹൽ പേടിക്കുകയോ, ഉത്തമത്തും ശൈബത്തും അബൂജഹലും പേടിച്ചു പോവുകയാണ്. അതേ എന്റെ സഹോദരങ്ങള്, ഏതെല്ലാം കാലത്തോളം മുസ്ലിം ചെറുപ്പക്കാരുടെ ശക്തിപ്രകടനം നടക്കുമോ, ഏതെല്ലാം കാലത്തോളം ചെറുപ്പക്കാർ അടിയടിയായി രംഗത്ത് വരുമോ, അക്കാലത്തെല്ലാം ശത്രുക്കൾ ഭയപ്പെട്ട ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അന്നും ഇന്നും ശത്രുക്കളുടെ സ്വഭാവം അത് തന്നെയാണ്. എല്ലാവരും ഭയപ്പാടോടുകൂടി നോക്കി നിൽക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയേ, എന്ത് വാദത്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക, ഒരാളും താങ്കളെ തൊടില്ല നബിയേ, ഒരാളും തങ്ങളെ ആക്രമിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും സന്തോഷത്തോടെ ഇബാദത്ത് ചെയ്യുകയാണ്. മഹാനായ ഉമർ കൈകെട്ടി തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് ഉമർ വെല്ലുവിളിക്കുകയാണ്, എടാ അബൂജഹലേ, എടാ അബൂ ലഹബേ, എടാ അബൂ സുഫിയാൻ, ഉത്ബത്തെ, ശൈബത്തെ, ആരുണ്ടടാ എന്നെ ഒന്ന് നേരിടാൻ? എന്റെ സഹോദരങ്ങളായ എന്റെ ഹബീബായ റസൂലിനെയും ഈ സഹാബത്തിനെയും ഒന്ന് തൊടാൻ ധൈര്യമുള്ളവനുണ്ടോ? എങ്കിൽ കടന്നുവാടാ, എങ്കിൽ കടന്നുവാടാ. ഉമറാണടാ വിളിക്കുന്നത്, ഉമറാണടാ വിളിക്കുന്നത്. ആർക്കാണടാ ധൈര്യമുള്ളത്? അന്തസ്തില ഉമ്മഹു, സ്വന്തം ഉമ്മമാർക്ക് മക്കളില്ലാതെയാക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? സ്വന്തം മക്കളെ അനാഥരാക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? സ്വന്തം ഭാര്യമാരെ വിധവകളാക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? എങ്കിൽ കടന്നുവാടോ, കടന്നുവാടോ. ഉമറാണടാ വിളിക്കുന്നത്. കടന്നു വരിരടോ, കടന്നു വരിരടോ. ഉമർദാ വെല്ലുവിളിക്കുകയാണ്. ഏത് ഉമറാ? ഒരു കാലത്ത് അക്രമ രാഷ്ട്രീയക്കാരന്റെ കൊട്ടേഷൻ കൊണ്ടയായിരുന്ന ഉമർ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചപ്പോ, ഖുർആനിനോട് അല്ലാഹുവിനെ മനസ്സിലാക്കിയപ്പോ ന്യൂനപക്ഷ സമുദായത്തിന്റെ സംരക്ഷകനായി മാറിയിരിക്കുകയാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, കഴിയുമോ 21ാം നൂറ്റാണ്ടിൽ ഉമറായി മാറാൻ, ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായി മാറാൻ? അതുകൊണ്ട് എന്റെ പൊന്നുമോനെ, ഖുർആനിലേക്ക് മടങ്ങടാ. ഖുർആനിനോട് ജീവിതത്തിൽ ഈമാൻ ഉണ്ടാക്കിയെടുക്കാൻ, ഖുർആനിനോട് ജീവിതത്തിൽ സർവ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കരുണക്കടലായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.